നങ്ക് എന്നാ പറയാ, ചില നാട്ടിൽ എന്നാന്ന് പറയാന്നറിയില്ല. ഇത് തൊലി പറിച്ച് നങ്ക് തൊലി പറിച്ച് വെച്ചതാണ്, കഴുകി വെച്ചതാണ്. നമുക്കൊന്ന് തേങ്ങ അരച്ചിട്ട്, തേങ്ങ നമ്മളെ കണ്ണൂർ സ്റ്റൈലിലെ തേങ്ങയും ജീരകം അരച്ചിട്ടുള്ളൊരു കറിയാണ് വെക്കാൻ പോകുന്നത് ഞാനിന്ന്. അപ്പം നമുക്ക് വെക്കാം, തുടങ്ങാം. മുറിച്ച് കഴുകി വെക്കാം, കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. മുറിച്ചിട്ട് കറി വെക്കാം. നമുക്ക് നങ്ക് കറിക്കുള്ള തേങ്ങ അരച്ച് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നത് അതുകൊണ്ടാണ് നേരത്തെ തേങ്ങ അരക്കുന്നത്. ഇന്ന് കറണ്ട് പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് വേഗം തേങ്ങ അരച്ച് വെച്ചേക്കാന്ന് വെച്ചിട്ടാണ്. ഫസ്റ്റ് അതിലേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇടുക. അരക്കുന്നതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി, അതിലേക്ക് ഒരു കഷ്ണം, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ലേശം ജീരകം, 1/4 സ്പൂൺ, വെള്ളം. മിക്സിയിൽ അരക്കുക. ആദ്യം അരപ്പ് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് വേഗം പോകുമല്ലോ, അതുകൊണ്ടാണ് അരപ്പിലേക്ക്. പുളിവെള്ളം, പുളിയും കൊണ്ട് വയ്ക്കുന്നുണ്ട്, പുളിയുണ്ടല്ലോ. ആദ്യം അരപ്പ് ശരിയാക്കും, പുളി വേണ്ടത് വയ്ക്കുക. ചിലർക്ക് ഓരോരു പുളിയാണ്, ലേശം പുളിയെല്ലാം വേണ്ട. തക്കാളി, അങ്ങനെ 2 പച്ചമുളക്, 2 തണ്ട് കരിവേപ്പ്, 1 സ്പൂൺ ഉപ്പിടാം. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ബാക്കിയിടാം. കഷ്ണം ബാക്കിയുണ്ട്, അത് വെറുതെ അവിടെ വെക്കണ്ടല്ലോ, അത് ഇത് മുറിച്ചിട്ടേക്കാം. അടുപ്പത്തേക്ക് വെക്കാം. തിളക്കട്ടെ കേട്ടോ. തിളക്കുമ്പോൾ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. തിളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് തിളക്കട്ടെ. ഞാൻ അടച്ചു വെക്കാം, തിളക്കട്ടെ. അങ്ങനെ നമ്മളെ അരപ്പ് തിളച്ചിട്ടുണ്ട്. മീൻ കഷ്ണം ഇതിലേക്കിട്ട് വേഗമാവും നമുക്ക്.
മെല്ലെ ഇളക്കിയാൽ മതി. മെല്ലെ ഒന്ന് ഇളക്കുക. നമുക്കൊന്ന് വേവട്ടെ. ഒന്ന് ഇളക്കണം. ഇളക്കിയിട്ട് ആ സമയത്ത് ഉപ്പ് അതെല്ലാം ഉണ്ടോ നോക്കാം. നോക്കാൻ മതി. ഉപ്പുണ്ടോ നോക്കാനാണേ. കൈയിട്ടാൽ ഇതായിപ്പോവും. ആ സമയം കൊണ്ട് നമ്മൾ ഈ മീന് ആവശ്യമായ ഉള്ളി ചെറുങ്ങനെ മുറിച്ചിടും. കാച്ചി വയ്ക്കുമെന്ന് പറയാം, താളിച്ച് വയ്ക്കുക. അങ്ങനെ മുറിച്ച് വെക്കാം. അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ടേ. കറിയാണ് നമ്മൾ വാങ്ങി വെക്കുക. ഇവിടെ വാങ്ങി വെക്കാം കറീനെ. അതിനാവശ്യമായ ഉള്ളി വഴറ്റിയിട്ട് ഇതിലേക്ക് ചേർക്കലുണ്ട്. അതിനാവശ്യമായ പാത്രമായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി അതിലേക്ക് ലേശം പൊടിക്കണം. വഴറ്റാണ്. ഇളം ബ്രൗൺ ആവുന്ന വരെ അങ്ങനെ ആക്കാം. അതിന് ശേഷം ഇതിന് കറിയിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ഇന്നത്തെ നങ്ക് കറി കണ്ണൂർ സ്പെഷ്യൽ നങ്ക് കറി റെഡി ആയിട്ടുണ്ടേ. അധികം കയ്യിലിട്ട ഇതെല്ലാം ഉടഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ കയ്യിലിടാത്തത്. നിങ്ങളെങ്ങനെയാണ് വെക്കലെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരണേ. ഓക്കെ, താങ്ക് യു.